മേരിഗിരി തട്ടുപ്പാറ ദേവാലയം ആത്മീയ പൈതൃകത്തിന്റെ 100ാം നിറവിൽ. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിൽ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 26, 27 തീയതികളിൽ നടത്തപ്പെടുന്നു. തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന വാർത്താ സമ്മേളനത്തിൽ പള്ളി ഭാരവാഹികൾ. വിശുദ്ധ തോമസ് ലീഹായുടെ ആത്മീയപാതയുടെ ഒരു തുടർച്ചയായ 1925 സ്ഥാപിതമായ തട്ടുപ്പാറ ദേവാലയം 100ന്റെ നിറവിലാണ്. വിശ്വാസത്തിന്റെയും ആത്മാർത്ഥതയുടെയും കാൽപ്പാടുകൾ പതിഞ്ഞ തട്ടുപ്പാറയിലെ തീർത്ഥയാത്ര ദാർശനികത 100 വർഷം പിന്നിട്ട് ഒരു മഹത്തായ ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാസ് ലീഹ മലയാറ്റൂർ വഴി പാണ്ഡ്യ രാജ്യത്തേക്ക് പോകാൻ ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന പഴയ ഒട്ടകപ്പാതയിൽ നിർമ്മിക്കപ്പെട്ട മേരിഗിരി തട്ടുപ്പാറ പള്ളിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനും തുടക്കമായി. വികാരി ഫാദർ ബാബു കളത്തിലിന്റെ നേതൃത്വത്തിൽ വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നൂറുകണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. ഏപ്രിൽ 26, 27 തീയതികളിൽ പുതുഞായർ തിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യയും ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, തട്ടുപാറ കുരിശുമുടിയിൽ മാർത്തോമാസ് ലീഹായുടെ പുതുഞായർ തിരുനാളിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് തട്ടുപാറ കുരിശുമുടിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് ആളുകൾ മല കയറുകയാണ്. 40ാം വെള്ളി യേശുവിൻ്റെ പീഡാസഹനവും കുരിശാരോഹണവുമെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് തട്ടുപാറ കുരിശുമലയിലേക്ക് ഒരുപാട് പേർ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് തട്ടുപാറ കുരിശുമല. മലയാറ്റൂർ കുരിശുമുടി പോലെ തന്നെ ആ കുരിശുമുടിയിലേക്കുള്ള യാത്രയിൽ തോമാസ് ലീഹ കടന്നുപോയതും വിശ്രമിച്ചതുമായി കരുതപ്പെടുന്ന സ്ഥലമാണ് തട്ടുപാറ കുരിശുമല. പുരാതന കാലം തൊട്ട് തന്നെ ഈ പള്ളിയിലേക്ക് ഈ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പള്ളി വികാരി ഫാദർ ബാബു കളത്തിൽ, കൈക്കാരന്മാരായ സെബി ചക്രംപള്ളി, ജോസ് തോട്ടക്കര, വൈസ് ചെയർമാൻ ജോളി മാടൻ, തിരുനാൾ കൺവീനർ ജോയ് കിലുക്കൻ, മഞ്ഞപ്ര പഞ്ചായത്ത് വാർഡ് മെമ്പർ ബിനോയ് ഇടശ്ശേരി, ഡേവിസ് മരോട്ടിക്കുട്ടി, ബിജു പാലാട്ടി, സിജു പുത്തൻവീടൻ, ജോണി തോട്ടക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.